അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ് അദ്ല് എന്നത്. നീതി ചെയ്യുന്നവൻ എന്ന് നമുക്കിതിന് അർത്ഥം പറയാം. പരിശുദ്ധമായ ഖുർആനിൽ 13 പ്രാവശ്യമാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അബ്ജദിയത്ത് 104 ആണ്. 100 ഏടുകളും 4 സമാവിയായ ഗ്രന്ഥങ്ങൾ, ഇങ്ങനെ 104 സൃഷ്ടികളിലേക്ക് ഇറക്കപ്പെട്ടിട്ടുള്ള കിതാബുകളും ഏടുകളും എന്നൊക്കെ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ ഏടുകളുടെയും കിതാബുകളുടെയും എണ്ണമായ 104 തന്നെയാണ് അദ്ല് എന്നതിൻ്റെ അബ്ജദിയത്ത്. ഈ ലോകത്ത് നീതിപരമായ ഒരു ജീവിതം ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഏടുകളും ഗ്രന്ഥങ്ങളുമാണ് 100 ഏടുകളും 4 കിതാബുകൾ അടക്കമുള്ള 104. അദ്ല് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പല രൂപത്തിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അള്ളാഹുവിൻ്റെ വിധികളിൽ ളുൽമ്, അക്രമം എന്ന് പറയുന്ന ഒന്ന് തീരെ ഉണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിൽ അക്രമം എന്നതിനെ തൊട്ട് അള്ളാഹു പരിശുദ്ധനാണ്. വിധികളിൽ ളുൽമ് ഉണ്ടാവുകയില്ല. പ്രവർത്തനങ്ങളിൽ പ്രയാസപ്പെടുത്തലും അക്രമവും ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. എല്ലാ നിലക്കും അല്ലാഹു തആല സൃഷ്ടികളിൽ നീതി ചെയ്യുന്നവനാണ്. നീതിക്ക് എതിരാകുന്ന ഒരു കാര്യം സൃഷ്ടാവായ റബ്ബിൽ ഒരിക്കലും ഉണ്ടാവുകയില്ല. ഒരു മനുഷ്യൻ അള്ളാഹുവിനെക്കുറിച്ച് അവൻ അദ്ലാണ്, നീതിമാനാണ് എന്ന ഉത്തമമായ ബോധ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിൽ അള്ളാഹു നീതിപരമായത് മാത്രമേ വിധിക്കൂ എന്ന ബോധത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവന് ഒരു വിഷമമോ ഒരസ്വസ്ഥതയോ ഒരിക്കലും ഉണ്ടാവുകയില്ല. ഈ ഇസ്മുമായിട്ട് നാം കൂടുതൽ ബന്ധം പുലർത്തുമ്പോൾ തീർച്ചയായും അള്ളാഹുവിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളെയും അത് ഹക്കായിട്ടും നീതിയായിട്ടും നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു വിധിച്ചത് സത്യമാണ്, ഹക്കാണ്. അള്ളാഹു വിധിച്ചത് നീതിയാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കുമ്പോൾ എന്തെന്നില്ലാത്ത ആനന്ദവും സന്തോഷവും ഈ മനുഷ്യനിൽ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഈ ഇസ്മുമായിട്ട് നാം കൂടുതൽ ബന്ധം പുലർത്തുന്ന സമയത്ത് നാം നമ്മളുടെ ഹുക്മിനെ തൊട്ടും വിധിയെ തൊട്ടും നമ്മുടെ നീതിയെ തൊട്ടും മറയുകയും അവിടെ അള്ളാഹുവിൻ്റെ വിധിയും നീതിയും കാണുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മളിൽ ഉണ്ടാകണം. എന്ത് വിഷയത്തിൽ നാം നീതി പുലർത്തുന്ന സമയത്തും അതൊക്കെ എൻ്റെ റബ്ബിൻ്റെ നീതിയാണ്. നാം തീർപ്പ് കൽപ്പിക്കുമ്പോൾ അതൊക്കെ എൻ്റെ റബ്ബിൻ്റെ തീർപ്പ് കൽപ്പിക്കലാണ് എന്ന ആ ഒരു തലത്തിലേക്ക് ആത്മീയമായിട്ട് നാം ഉയരണം. അത് ഫനാ ബഖാ എന്നതിൻ്റെയൊക്കെ അവസ്ഥകളാണ്. അല്ലാതെ ഞാനാണ് അവിടെ നീതി ചെയ്തത് എന്ന നിലക്ക് ചിന്തിച്ചുകൊണ്ട് ഞാൻ എന്ന ഒരവസ്ഥ അതിൽ കയറിക്കൂടിയാൽ തീർച്ചയായും നമുക്ക് പരാജയമായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ
ഔദാര്യത്തിൻ്റെ അങ്ങേയറ്റം അതിനെ നമ്മൾ പ്രതീക്ഷിക്കുകയും എന്നാൽ അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ മക്റിൽ നിർഭയത്വമുണ്ടാകുന്ന ഒരവസ്ഥ നമ്മളിൽ ഉണ്ടാകാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. എത്ര ഉന്നതമായ പദവിയിൽ ഒരു മനുഷ്യനുണ്ടെങ്കിലും അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവന് വളരെ താഴ്ന്ന അവസ്ഥയിലേക്ക് നിമിഷ നേരം കൊണ്ട് അള്ളാഹു എത്തിക്കുമെന്നൊരു ബോധം, ആ ഒരു ഭയം അത് നമ്മളിൽ ഉണ്ടാവുക എന്നാണ് അള്ളാഹുവിൻ്റെ മക്റിൽ നിർഭയത്വം ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഇസ്മുമായിട്ട് നമ്മൾ സ്വഭാവം ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ്? മഹത്തുക്കളായ ആളുകൾ പഠിപ്പിക്കുന്നു, നിന്റെ സർവ തീർപ്പുകളിലും നിന്റെ സർവ പ്രവർത്തനങ്ങളിലും നിന്റെ വിശേഷണങ്ങളിലുമൊക്കെ നീ നീതിയുള്ളവനാകണം. അദാലത്ത് എന്നതുകൊണ്ട് നീ സ്വഭാവം ശ്രദ്ധിക്കണം. ഒരാളെയും ളുൽമ് ചെയ്യുന്ന അവസ്ഥ നിന്നിൽ ഉണ്ടാകാൻ പാടില്ല. പലപ്പോഴും നമ്മളിലുണ്ടാകുന്ന ഒരു വലിയ വിപത്താണ് അളത്തത്തിലും തൂക്കത്തിലും വ്യത്യാസം വരുത്തുക എന്ന സ്വഭാവം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ് വൈലുൻ ലിൽ മുത്തഫിഫീൻ. അളത്തത്തിലും തൂക്കത്തിലും വ്യത്യാസം വരുത്തുന്നവർക്ക് കഠിനമായ ശിക്ഷയുണ്ട് എന്നാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. പലപ്പോഴും നാം ആലോചിക്കും, ഇത് കച്ചവടക്കാരെ ബാധിക്കുന്ന വിഷയമല്ലേ, അളത്തത്തിലും തൂക്കത്തിലും വ്യത്യാസം വരുത്തൽ, കച്ചവടക്കാരല്ലാത്ത നമുക്കിത് ബാധകമല്ലല്ലോ എന്ന നിലക്ക് പലരും ചിന്തിക്കാറുണ്ട്. എന്നാൽ ഈ ആയത്തിൻ്റെ വ്യാപ്തിയും വിശാലതയും മനസ്സിലാകാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. ഈ ആയത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും അളത്തത്തിലും തൂക്കത്തിലും വ്യത്യാസം ഉണ്ടാവുക എന്നത് ഉണ്ടാകരുത് എന്നാണ്. ഒരു രക്ഷിതാവ് അല്ലെങ്കിൽ ഒരു ഉപ്പ, ഒരു ഉമ്മ, അവർക്ക് ഒന്നിലധികം മക്കളുണ്ടാകുന്ന സമയത്ത് ആ മക്കൾക്കിടയിൽ ആ മാതാപിതാക്കൾ കൊടുക്കുന്ന സ്നേഹം അല്ലെങ്കിൽ ആ മക്കൾക്കിടയിൽ എന്തെങ്കിലും ഗിഫ്റ്റുകൾ കൊടുക്കുന്ന സമയം തീർച്ചയായും അവിടെ ഒരു മകന് മാനസികമായി പ്രയാസം വരുന്ന രൂപത്തിൽ കുറവ് വരുത്തുകയും മറ്റേ മക്കൾക്ക് കൂടുതൽ കൊടുക്കുകയും ചെയ്യുക എന്നത് തീർച്ചയായും അളത്തത്തിലും തൂക്കത്തിലും വ്യത്യാസം വരുത്തലാണ്. തൻ്റെ രണ്ട് മക്കളിൽ ഒരേ തെറ്റുകൾ സംഭവിച്ചു, പക്ഷേ ഒരുത്തനെ കൂടുതൽ ശകാരിച്ചു, മറ്റേയാൾ അത്ര ശകാരിച്ചില്ല, അതും അളത്തത്തിലും തൂക്കത്തിലും വ്യത്യാസം വരുത്തലാണ്. ഇങ്ങനെ തുടങ്ങി നാം ഓരോ വിഷയങ്ങളെടുത്തു നോക്കുമ്പോഴും തീർച്ചയായും പല മേഖലകളിലും അളത്തത്തിലും തൂക്കത്തിലും വ്യത്യാസം വരുത്തുക എന്നത് പൊതുവെ ഈ സമുദായത്തിൽ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ നാടുകളിലെ ഒരു പണക്കാരൻ്റെ മകൻ ഒരു തെറ്റ് ചെയ്താൽ അവനോട് സമീപിക്കുന്ന സമീപനമല്ല ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ മകൻ അതേ തെറ്റ് ചെയ്താൽ നമ്മൾ സ്വീകരിക്കാറുള്ളത്. രണ്ടാൾക്കും വേറെ വേറെ രൂപത്തിലുള്ള നയങ്ങളാണ് സ്വീകരിക്കാറുള്ളത് എങ്കിൽ തീർച്ചയായും മുത്തഫിഫീങ്ങൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞ വൈല് എന്നത് നമ്മിലേക്ക് വന്നു ചേരുമോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അദ്ല് എന്ന മഹത്തായ ഇസ്മുമായിട്ട് സ്വഭാവം ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മുടെ അവയവങ്ങൾ, നമ്മളുടെ ഹൃദയം, അതിനെയൊക്കെ വെക്കേണ്ട സ്ഥലങ്ങളിൽ മാത്രമേ നാം വെക്കാൻ പാടുള്ളൂ.
അക്രമം എന്ന് പറഞ്ഞാൽ വളുഉ ഷൈഇൻ ഫി ഗൈരി മഹല്ലിഹി എന്നാണല്ലോ. ഒരു വസ്തുവിനെ അത് വെക്കേണ്ട സ്ഥലം അല്ലാത്തോടത്ത് വെച്ച് കഴിഞ്ഞാൽ അത് അക്രമമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ അവയവങ്ങൾ നാം എന്തിൽ ഉപയോഗിക്കുമ്പോഴും നാം ഉപയോഗിക്കാൻ പറ്റുന്നതിൽ തന്നെയാണോ അവയവങ്ങളെ ഉപയോഗിക്കുന്നത് എന്ന ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകണം. നമ്മളുടെ കൽബ്, ആ കൽബിലേക്ക് വല്ല ചിന്തകളെയും നമ്മൾ ഇറക്കുമ്പോൾ ആ കൽബിലേക്ക് ഇറക്കാൻ പറ്റുന്ന ചിന്തകൾ തന്നെയാണോ തന്നിൽ ഉണ്ടാകുന്നത് എന്ന ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകണം. കുടുംബത്തിൻ്റെ ഇടയിൽ, ബന്ധങ്ങളുടെ ഇടയിൽ നീതി പുലർത്തുന്നവരാകണം നമ്മൾ. ഇവിടെ മനസ്സിലാക്കാനുള്ളൊരു കാര്യം, നമ്മളുടെ നോട്ടത്തിൽ പ്രയാസമായും ബുദ്ധിമുട്ടായും തോന്നുന്ന എല്ലാ കാര്യങ്ങളും ളുൽമായിക്കൊള്ളണം എന്നില്ല. അതേപോലെ തന്നെ നമ്മളുടെ നോട്ടത്തിൽ ഉപകാരമാണ് എന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും നീതിയായിക്കൊള്ളണം എന്നും ഇല്ല. ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു രോഗിയെ ചികിത്സ കൊണ്ട് നാം ബുദ്ധിമുട്ടിക്കുമ്പോൾ, അവനെ നിർബന്ധിപ്പിച്ച് നാം മരുന്ന് കഴിപ്പിക്കുമ്പോൾ, പ്രത്യക്ഷത്തിൽ ഇതവനെ പ്രയാസപ്പെടുത്തലായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ആ മരുന്ന് കൊടുക്കലും ചികിത്സയുമൊക്കെ അവനെ ബുദ്ധിമുട്ടിക്കലായിട്ട് പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും അത് നീതിയാണ്, അല്ലാതെ അക്രമം അല്ല. നേരെ മറിച്ച് ഒരു രോഗിക്ക് വിലക്കപ്പെട്ട ഭക്ഷണം, നീതിമാനായ ഡോക്ടർ പറഞ്ഞു ഇന്നാലിന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് ഒരു രോഗിയോട് പറഞ്ഞു. ആ രോഗിക്ക് നമ്മൾ വിലക്കപ്പെട്ട ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഒറ്റനോട്ടത്തിൽ നല്ല ഭക്ഷണം കൊടുക്കുകയല്ലേ ചെയ്യുന്നത് എന്ന നിലക്ക് ചിന്തിച്ച് അപ്പം അത് നല്ലൊരു കാര്യമാണ് എന്ന് ഒരിക്കലും നമ്മൾ മനസ്സിലാക്കരുത്. അത് ളുൽമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നീതിപരമായ കാര്യങ്ങളായിരിക്കണം നമ്മളിൽ എപ്പോഴും സംഭവിക്കേണ്ടത്. മറ്റുള്ള ആളുകൾക്ക് പ്രയാസവും ബുദ്ധിമുട്ടും ഇല്ലാത്ത രൂപത്തിലുള്ള ജീവിതം തീർച്ചയായും നമ്മളിൽ ഉണ്ടാകണം. ഈ ഇസ്മുമായിട്ട് നാം കൂടുതൽ ബന്ധം പുലർത്തുമ്പോൾ ഈ ഇസ്മ് അതിൻ്റെ അബ്ജദീയത്ത് പ്രകാരം ചൊല്ലി നമ്മെ ദ്രോഹിക്കുന്ന ആളുകളുടെ ദ്രോഹത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി നമ്മൾ ചൊല്ലുമ്പോൾ തീർച്ചയായും അതിൻ്റെ ഗുണങ്ങൾ പെട്ടെന്ന് തന്നെ അനുഭവത്തിൽ ഉണ്ടാകും എന്ന് മഹാന്മാർ പറയാറുണ്ട്. ഒരു ഭരണാധികാരിയായ മനുഷ്യൻ ഈ മഹത്തായ അദ്ല് എന്ന ഇസ്മിനെ പതിവാക്കി കഴിഞ്ഞാൽ അല്ലാഹു തആല അവൻ്റെ ഭരണീയർക്കിടയിൽ നീതി ചെയ്യാൻ അല്ലാഹു തആല ആ രാജാവിന് അല്ലെങ്കിൽ ആ ഭരണാധികാരിക്ക് അതിൻ്റെ വഴികൾ സംവിധാനിച്ചു കൊടുക്കും എന്നാണ്. അതുപോലെ തന്നെ സൃഷ്ടികൾ നമുക്ക് വശപ്പെടാൻ, നമുക്ക് തടസ്സം നിൽക്കുന്ന മനുഷ്യർ, അതുപോലെ തന്നെ മറ്റു മൃഗങ്ങൾ, ഇതിൻ്റെയൊക്കെ തടസ്സം നീങ്ങിക്കിട്ടാനൊക്കെ ഈ ഇസ്മ് ധാരാളം ചൊല്ലിയാൽ മതിയാകും എന്ന് മഹാന്മാർ പഠിപ്പിക്കാറുണ്ട്. മറ്റുള്ള ആളുകളുടെ ഹൃദയങ്ങൾ അത് തീർച്ചയായും നന്മയുടെ രൂപത്തിലായിട്ട് നമുക്ക് കീഴ്പ്പെട്ട് കിട്ടാൻ വേണ്ടിയൊക്കെ ഈ ഇസ്മ് പതിവാക്കാവുന്നതാണ്. നമ്മെ നന്മ ഉപദേശിക്കുമ്പോൾ അംഗീകരിക്കാത്ത മറ്റുള്ള ആളുകൾ തീർച്ചയായും അവർ നന്മയുടെ വഴിയിൽ വരണം എന്ന നിലക്ക് ചിന്തിച്ചുകൊണ്ട് ഈ ഇസ്മിനെ ധാരാളമായിട്ട് ചൊല്ലുമ്പോൾ തീർച്ചയായും അതിൻ്റെ ഫലം അനുഭവിക്കാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ.